അഡിനോയിഡ് ഹൈപ്പർട്രോഫി പൂർണ്ണമായും മാറ്റിയെടുക്കാൻ നേസൽ സ്പ്രേകൾ കൊണ്ട് മാത്രം സാധിക്കുമോ? ഇങ്ങനെ ഒരു സംശയം പലരും വളരെ സാധാരണയായി ചോദിക്കാറുണ്ട്. ഒരു കുട്ടിക്ക് അഡിനോയിഡ് ഹൈപ്പർട്രോഫി ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കിട്ടുന്ന മരുന്നുകളിൽ ഒന്നാണ് നേസൽ സ്പ്രേകൾ. ഈ നേസൽ സ്പ്രേകളെല്ലാം സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള മരുന്നുകളായതുകൊണ്ട് തന്നെ അതിന് ഒരു ഗ്ലാൻഡിന്റെ വീക്കം പൂർണ്ണമായും മാറ്റാൻ വളരെയധികം സഹായിക്കും. പല കുട്ടികളിലും അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ഭാഗമായി ഉണ്ടാകുന്ന വായ തുറന്നു പിടിച്ചുള്ള ഉറക്കം, കൂർക്കം വലി, അടിക്കടി ഉണ്ടാകുന്ന ജലദോഷം, കഫക്കെട്ട്, ചെവി വേദന തുടങ്ങിയ ലക്ഷണങ്ങളെല്ലാം വളരെയധികം കുറയുകയോ അല്ലെങ്കിൽ തീരെ ഇല്ലാതിരിക്കുകയോ ചെയ്യുന്നതും വളരെ സാധാരണയാണ്. പക്ഷെ ഈ നേസൽ സ്പ്രേകളുടെ ഉപയോഗം നിർത്തുന്നതോടു കൂടി തന്നെ ഈ ലക്ഷണങ്ങളെല്ലാം പഴയതുപോലെ തിരിച്ചു വരുന്നതും കാണാം. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അഡിനോയിഡ് ഗ്ലാൻഡിന്റെ വീക്കത്തിന് കാരണമായ അലർജിയോ അല്ലെങ്കിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയോ തടയാൻ ഈ നേസൽ സ്പ്രേകൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അഡിനോയിഡ് ഹൈപ്പർട്രോഫിയുടെ ചികിത്സ എടുക്കുന്ന ആളാണെങ്കിൽ നേസൽ സ്പ്രേകളെ മാത്രം ആശ്രയിക്കാതെ പൂർണ്ണമായും അലർജിയും അടിക്കടി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസും തടയുന്ന രീതിയിലുള്ള ഒരു കൃത്യമായ ഹോമിയോപ്പതി ചികിത്സ കൂടി അതിന്റെ കൂടെയോ അല്ലെങ്കിൽ അത് മാത്രമായോ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.